പ്രിയമുള്ളവരെ, ഇറാനിൽ പൊട്ടിപ്പുറപ്പെട്ട ജനകീയ പ്രക്ഷോഭവും അതിനടിച്ചമർത്താൻ ഇറാൻ സ്വീകരിച്ച നടപടികളുമൊക്കെ ലോക വാർത്താമാധ്യമ രംഗത്ത് വലിയ ചർച്ചയാകുന്നുണ്ട്. എങ്ങനെയാണ് ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്? അതിന് വെള്ളവും വെളിച്ചവും നൽകിയത് എങ്ങനെയാണ്? ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത്? ഒപ്പം ഇറാനിലെ ആത്മീയ നേതൃത്വം, മത നേതൃത്വം എങ്ങനെയാണ് ഈ കലാപത്തെ അടിച്ചമർത്തിയത് എന്ന രീതിയിലൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്. പ്രത്യേകിച്ചും ഈ കലാപത്തിന് പിന്നിൽ മൊസാദിന്റെ കരങ്ങളുണ്ട് എന്ന് ഇറാൻ വ്യക്തവും ശക്തവുമായ തെളിവുകൾ സഹിതം വാദിക്കുന്നുണ്ട്. ഇതിന് ഏറ്റവും ഉപോത്ഫലകമായ തെളിവ് എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു മുൻ നയതന്ത്ര പ്രതിനിധി അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയാണ്. അദ്ദേഹം തൻ്റെ പുതുവത്സര ആശംസയായി ഇങ്ങനെ പറഞ്ഞു: ഇറാനിൽ തെരുവുകളിൽ കലാപത്തിലേർപ്പെട്ടിരിക്കുന്ന ഇറാനി ജനതയ്ക്കും ഒപ്പം ആ കലാപത്തോടൊപ്പം പങ്കുചേർന്നിരിക്കുന്ന മൊസാദിന്റെ ഉദ്യോഗസ്ഥന്മാർക്കും ചാരന്മാർക്കും താൻ നവവത്സര ആശംസകൾ, ന്യൂ ഇയർ ആശംസകൾ നേരുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹത്തിന്റെ ആ ആശംസാ വാചകത്തിൽ തന്നെ ഇറാനിൽ പ്രക്ഷോഭകാരികൾക്കൊപ്പം പിറകിലായിട്ട് മൊസാദിന്റെ ചാരന്മാർ ഉണ്ട് എന്ന് വ്യക്തമാകുകയാണ്. മാത്രമല്ല, ഇപ്പോൾ ഇറാന്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപന പ്രകാരം അവിടെ അറസ്റ്റിലായതിൽ പകുതിയിലധികം പേർ വിദേശികളാണ് എന്ന ചില വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ അധികവും ഇസ്രായേലി വംശജരാണ് എന്ന രീതിയിലൊക്കെ ചില വാർത്തകൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ മൊസാദിന്റെ ഒരു പിൻബലം ആ കലാപത്തിനുണ്ടായിരുന്നു എന്ന് വ്യക്തമാവുകയാണ്. മാത്രമല്ല, ഈ കലാപങ്ങൾക്ക് ആവശ്യമായ ആയുധം എവിടെ നിന്ന് ലഭിച്ചു എന്ന കാര്യത്തിലും വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും പാകിസ്ഥാൻ വഴിയായിരിക്കാം ഒരുപക്ഷെ ഈ കലാപത്തിന് ആവശ്യമായ ആയുധങ്ങൾ എത്തിയത് എന്ന ചില അനുമാനങ്ങൾ വരുന്നുണ്ട്. ഇറാന്റെ ഭാഗത്ത് നിന്ന് അതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണങ്ങളൊന്നും ലഭിക്കുന്നില്ല എങ്കിൽ പോലും നേരത്തെ പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീർ വൈറ്റ് ഹൗസ് സന്ദർശിച്ചിരുന്നു. അദ്ദേഹം ട്രംപുമായിട്ട് ചില കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. ആ സമയത്ത് തന്നെ ഒരുപക്ഷെ ഇറാനിലേക്ക് ആയുധങ്ങൾ പാകിസ്ഥാൻ വഴി എത്തിക്കുവാനുള്ള, കലാപകാരികൾക്ക് എത്തിക്കുവാനുള്ള ചില ചർച്ചകൾ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നിട്ടാകാം എന്ന നിഗമനങ്ങളും പുറത്തു വരികയാണ്. നേരത്തെയും പാകിസ്ഥാനും ഇറാനും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ബലൂചിസ്ഥാൻ പ്രവിശ്യകളിൽ അവിടെ ബലൂചിസ്ഥാൻ ലിബറൽ ആർമി, ബലൂചിസ്ഥാനിലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുന്ന ബലൂചിസ്ഥാൻ ലിബറൽ ആർമിക്ക് ഇറാന്റെ പിന്തുണയുണ്ട് എന്ന പാകിസ്ഥാന്റെ ആരോപണമുണ്ടായിരുന്നു. മാത്രമല്ല, ഇറാനിൽ പ്രവർത്തിക്കുന്ന ചില തീവ്ര സുന്നി സംഘടനകൾക്ക് പാകിസ്ഥാന്റെ പിൻബലമുണ്ട് എന്ന് ഇറാനും ആരോപിച്ചിരുന്നു. പിന്നീട് മസൂദ് പെഷസ്ക്യാൻ പാകിസ്ഥാനിലെത്തി ചർച്ചകളൊക്കെ നടത്തി ആ കാര്യങ്ങളൊക്കെ പരിഹരിച്ചു. എങ്കിലും അവിടെ ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ അസീം മുനീർ എന്ന് പറയുന്ന പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് ആ രാജ്യം എന്നൊക്കെ പറയാം. അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒക്കെ ഉണ്ടെങ്കിലും അവിടെ ഒരു പട്ടാള അട്ടിമറിയുടെ നിഴലിലാണ്. അസീം മുനീറാണ് ആ രാജ്യത്ത് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒക്കെ അദ്ദേഹത്തിന്റെ കീഴിലാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടി, അയാളുടെ സഹായത്തോടു കൂടി ഇറാനിൽ കലാപകാരികൾക്ക് ആയുധങ്ങളും പണവും ഒക്കെ, സൈനിക സഹായങ്ങളും ഒക്കെ എത്തിയിട്ടുണ്ടാകാം എന്ന ചില നിഗമനങ്ങൾ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വെച്ചു പുലർത്തുന്നുണ്ട്. എന്തായാലും മൊസാദിന്റെ ഒരു പിൻബലവും വെള്ളവും വെളിച്ചവും ഈ കലാപങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് സുവ്യക്തമാകുന്ന കുറച്ചധികം തെളിവുകൾ പുറത്തുവിടുന്നുണ്ട് ഇറാൻ. മറ്റൊരു കാര്യം, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഭാഗത്തു നിന്നുള്ള ആരോപണമാണ്. ഇസ്രായേലും അമേരിക്കയും ആരോപിക്കുന്നത് ഇറാഖിലെ ചില ഷിയ പോരാളി സംഘടനകൾ അവർ ഈ തീർത്ഥാടകർ എന്ന പേരിൽ ഇറാനിലെത്തിയിട്ട് ജനകീയ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്ന രീതിയിൽ ഇറാൻ സർക്കാരിനൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു എന്നതാണ്. അവിടുത്തെ ഇറാനിലെ സൈനിക മേധാവികളും സൈനികരുമൊക്കെ ഒരു പരിധിവരെ ഈ ജനകീയ സമരത്തെ അടിച്ചമർത്തുന്നതിൽ വിമുഖത പ്രകടിപ്പിച്ചു. പക്ഷേ ഇറാഖിലെ ചില ഷിയ മിലിഷ്യകൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു പിൻബലം ഈ കലാപങ്ങൾ അടിച്ചമർത്തുന്നതിന് ഇറാൻ ലഭിച്ചിട്ടുണ്ട് എന്ന ചില നിഗമനങ്ങളും ഒക്കെ വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇറാനിലെ കുത്തുബ പ്രസംഗങ്ങളിൽ നിറഞ്ഞു നിന്ന അമേരിക്കൻ വിരുദ്ധതയും ഇസ്രായേൽ വിരുദ്ധതയും ഒക്കെയാണ്. അതിലേറ്റവും പ്രധാനമായി ചർച്ച ചെയ്യുന്നത് അഹമ്മദ് ഖദാബി എന്ന് പറയുന്ന സുപ്രസിദ്ധ പണ്ഡിതന്റെ ജുമാ കുത്തുബയാണ്. അദ്ദേഹം പറയുന്നത് അമേരിക്കയെ പ്രതിരോധിക്കുവാൻ മാത്രമല്ല, വേണമെങ്കിൽ തിരിച്ചാക്രമിക്കുവാൻ തക്കവണ്ണം ഇറാൻ ശക്തമാണ് എന്നാണ്. എന്തായാലും ഇറാനും അമേരിക്കയും ഇസ്രായേലും ഒക്കെ ചേർന്നുള്ള ആ സംഘർഷം പശ്ചിമേഷ്യയെ കൂടുതൽ സംഘർഷഭരിതമാക്കുന്നു എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ നോക്കുമ്പോൾ വ്യക്തമാകുന്നത്. തൽക്കാലം ഈ വീഡിയോയുമായി വിടുവാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.